വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. അപ്പോൾ നമുക്ക് LD ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് വളരെ അടുത്തിരിക്കുകയാണ്. ഓഗസ്റ്റിൽ എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ആക്റ്റീവ് ഡോക്യുമെൻറ്റ് പെർമനൻ്റ്ലി. അപ്പം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സേവ്, ഓപ്ഷൻ ബി സെൻഡ്, ഓപ്ഷൻ സി പ്രിപ്പയർ, ഓപ്ഷൻ ഡി സേവ് അസ്. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ സേവ് ആണ് കേട്ടോ. ആക്റ്റീവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കറൻ്റ്ലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് സേവ് എന്ന് പറയുന്നത്. സേവ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് Ctrl+S എന്ന് പറയുന്നത്. ഈ വരാൻ പോകുന്ന LD ടൈപ്പിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വേർഡ് പ്രോസസ്സിങ്ങിൽ നിന്ന് ഒട്ടനേകം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. 40 മാർക്കോളം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ സേവ് ആണോ സേവ് അസ് ആണോ എന്ന് കൺഫ്യൂഷൻ വരും കേട്ടോ. കൺഫ്യൂഷൻ വരാൻ പാടില്ല. സേവ് ആണ് ആൻസർ എന്ന് പറയുന്നത്. സേവ് അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിനെ പുതിയതായിട്ട് ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സേവ് അസ് യൂസ് ചെയ്യാം കേട്ടോ. പുതിയതായിട്ടൊരു ഡോക്യുമെൻറ്റിനെ ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്യാൻ സേവ് അസ് യൂസ് ചെയ്യാം. സേവ് അസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് Ctrl+Shift+S എന്ന് പറയുന്നത്. Ctrl+Shift+S എന്ന് പറയുന്നത്. അപ്പോൾ സേവ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് Ctrl+S-ഉം സേവ് അസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് Ctrl+Shift+S-ഉമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും ഇഗ്നോർ ചെയ്യരുത്, നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് പിവറ്റ് ടേബിൾ, ചാർട്ട്സ്, ഹൈപ്പർ ലിങ്ക്സ് ടു എ സ്പ്രെഡ്ഷീറ്റ്. നമ്മുടെ ഒരു സ്പ്രെഡ്ഷീറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു എക്സൽ ഡോക്യുമെൻറ്റിനകത്ത് പിവറ്റ് ടേബിൾ, ചാർട്ടുകൾ, ഹൈപ്പർ ലിങ്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഏത് ടാബാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻസേർട്ട്, ഓപ്ഷൻ ബി പേജ് ലേഔട്ട്, ഓപ്ഷൻ സി ഡാറ്റ, ഓപ്ഷൻ ഡി റിവ്യൂ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസേർട്ട് ടാബാണ് കേട്ടോ. ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് പ്ലേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാബാണ് ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും മറക്കരുത്. ആ വാക്ക് തന്നെ അർത്ഥമാക്കുന്നു ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബാണ് ഒരു സ്പ്രെഡ്ഷീറ്റിനകത്ത് പിവറ്റ് ടേബിൾ ആയാലും ചാർട്ടായാലും ഹൈപ്പർ ലിങ്ക് ആയാലും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ LD ടൈപ്പിസ്റ്റിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്രാഷ് കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് കേട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡു യു മീൻ ബൈ A3, B13 B20, C7 റെഫറൻസ് ഇൻ സെൽ? ഇവിടെ എന്താണ് ഈ A3, B13 B20, C7 എന്നിവ സൂചിപ്പിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ റേഞ്ച്, ഓപ്ഷൻ ബി യൂണിയൻ, ഓപ്ഷൻ സി ഫോർമുല, ഓപ്ഷൻ ഡി ജനറൽ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടെ ഞാനൊരു സ്പ്രെഡ്ഷീറ്റ് ടേബിൾ വരയ്ക്കുകയാണ്. ഒരു ടേബിൾ വരയ്ക്കുകയാണ്, കോളംസും റോസും ഒക്കെ ഉള്ള ഒരു ടേബിൾ. കുറച്ച് റോസിനെ നമ്മൾ നമ്പർ ചെയ്യുന്നത് 1 2 3 4 എന്നാണ്. കോളംസിനെ നമ്പർ ചെയ്യുന്നത് A B C D. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു റേഞ്ച് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഞാനിതാ ഇവിടെ ഈ ഒരു സെല്ല് മുതൽ ഈ ഒരു സെല്ല് വരെ മൗസ് ഉപയോഗിച്ച് ഞാൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഡ്രാഗ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് A1 is to C1. കാരണം എന്താണ്? ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് നോക്കിക്കേ, A എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും. ഇതിൻ്റെ അഡ്രസ്സ് നോക്കിക്കേ, B എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും. ഇവിടെ നോക്കിക്കേ, C എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും. സോ A1 is to C1 എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് കിട്ടി? റേഞ്ച് കിട്ടി. സോ ഇതാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓരോ സെല്ലിനും ഓരോ പർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ട്. അതിന് നമുക്ക് റേഞ്ച് എന്ന് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റേഞ്ച് ആണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് സ്ലൈഡ് ഷോ? നമ്മുടെ MS പവർ പോയിന്റ് അറിയാമല്ലോ, അതൊരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ പ്രസൻറ്റേഷനെ എനിക്ക് എന്ത് ചെയ്യണം? സ്ലൈഡ് ഷോയിൽ ഫുൾ സ്ക്രീനിൽ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ using F5 key, option B using F3 key, option C using F1 key, option D using F6 key.
കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. നമ്മുടെ കീബോർഡിലെ ഫംഗ്ഷൻ കീ ആയ F5 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ സ്ലൈഡ് ഷോ ഫുൾ സ്ക്രീനിൽ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ യൂസിങ് F5 കീ. മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സൂം ഇൻ പവർ പോയിന്റ് ഈസ്. പവർ പോയിന്റിൽ നമുക്ക് നമ്മുടെ സ്ലൈഡുകളെ, പവർ പോയിന്റിൽ പേജുകളെ പറയുന്ന പേരാണ് സ്ലൈഡ്. സ്ലൈഡുകളെ നമുക്ക് കുറേ എൻലാർജ് ചെയ്ത് സൂം ഇൻ ചെയ്യാനും സാധിക്കും, സൂം ഔട്ട് ചെയ്ത് ചെറുതാക്കാനും സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം മാക്സിമം സൂം പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു പവർ പോയിന്റ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പവർ പോയിന്റ് ആയാലും വേർഡ് ആയാലും എക്സൽ ആയാലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ബോട്ടം കോർണറിൽ ഇതിങ്ങനെ ഒരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് സിമ്പിൾ, ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ. ഈ ബട്ടണെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് പ്ലസ്സിലേക്ക് കൊണ്ടുപോകും തോറും നമ്മുടെ ഡോക്യുമെൻറ്റ് എൻലാർജായി വരുന്നതായിട്ട് കാണാൻ പറ്റും. മൈനസിലേക്ക് കൊണ്ടുപോകും തോറും ഡോക്യുമെൻറ്റ് ചെറുതായി പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മാക്സിമം സൂം സൈസ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം സൂം സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്ഷനിൽ എ 400%, ബി 200%, സി 350%, ഡി 100%. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 400% ആണ്. നമ്മുടെ മാക്സിമം സൂമിൻ എന്ന് പറയുന്നത് 400%. നമുക്ക് മിനിമം കൂടി പഠിച്ചു കളയാം. മിനിമം സൂം ഔട്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സൈസിൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ മിനിമം ആയിട്ട് കിട്ടുന്നത് 10% ആണ്. 10% ആണ് ഏറ്റവും ചെറിയ സൂം എന്ന് പറയുന്നത് കേട്ടോ. 10%ഉം 400%ഉം. അപ്പോൾ ഇത് സൂക്ഷ്മമായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെട്ടു എന്നിരിക്കും. സോ ഇതും കുറച്ചും കൂടി എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ദ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സൂം ഇൻ പവർ പോയിന്റ് ഈസ് 400%. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കോഴ്സിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള സൂക്ഷ്മ ചോദ്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ദെൻ അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സൂക്ഷ്മമായിട്ടുള്ള പല ചോദ്യങ്ങളും എടുത്ത് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നിഷ്പ്രയാസം ആൻസർ എഴുതാൻ സാധിക്കും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇത്രയും ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ വീക്ക്ലി എക്സാം, നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയും പരീക്ഷകളുണ്ടാവും. ആ പരീക്ഷകളിൽ മികച്ച മാർക്കുകൾ നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ്, പിന്നെ ഓരോ ക്ലാസ്സിനും അടിസ്ഥാനപ്പെടുത്തിയുള്ള PDF നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ഓപ്ഷനും നമുക്കുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ മിഡിൽ നമ്പർ ഇൻ എ റേഞ്ച്. ഒരു റേഞ്ചിനകത്തുള്ള മിഡിൽ നമ്പറിനെ, എക്സലിൽ ഒരു റേഞ്ചിനകത്തുള്ള മിഡിൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റണം, ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മീഡിയൻ, ഓപ്ഷൻ ബി മിഡ് ഫംഗ്ഷൻ, ഓപ്ഷൻ സി ട്രിം ഫംഗ്ഷൻ, ഓപ്ഷൻ ഡി മോഡ് ഫംഗ്ഷൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഈ ഒരു ഫോർമുല നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയൻ ബ്രാക്കറ്റിൽ ഞാൻ 1, 2, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും. കാരണം 2 എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ ഒരു സീക്വൻസിൽ മിഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വേറൊരു രീതിയിൽ ഒരു പക്ഷേ ചോദിക്കാം, വേറൊരു രീതിയിൽ കുറച്ച് PS വിചാരിക്കുന്നു, നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു മീഡിയം എന്ന് എഴുതി വെക്കുന്നത്, മീഡിയൻ ബ്രാക്കറ്റിൽ 1, 2, 3, 4 ഇങ്ങനൊരു ചോദ്യം വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയും ഇതിൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിച്ച് തരാൻ പറയും. ഇവിടെ മൊത്തം 4 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു വാല്യൂ മിഡിലായിട്ട് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നറിയാവോ? 2.5 ആയിരിക്കും. 2.5 ആണല്ലോ ഇവിടുത്തെ മിഡിൽ വാല്യൂ. 2.5 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ മിഡിൽ നമ്പർ ഇൻ എ റേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക മീഡിയൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് ഗട്ടർ മാർജിൻ? കേട്ടിട്ടുണ്ടോ? എന്താണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്? ഗട്ടർ മാർജിൻ, അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ലെഫ്റ്റ് മാർജിൻ വെൻ പ്രിന്റിംഗ്, margin that is added to the right margin when printing, margin that is added to the binding side of the page when printing,
മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിൻറ്റിംഗ്. ഏതായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിൻറ്റിംഗ്. നമ്മൾ പേജിനെ ബൈൻഡ് ചെയ്യുമല്ലോ അല്ലേ, പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ബൈൻഡ് ചെയ്യും. നമ്മളൊരു പുസ്തക രൂപത്തിലാക്കാനായിട്ട് ഒന്നുകിൽ സ്പൈറൽ ബൈൻഡ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പിൻ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ സൂചിയും നൂലും ഇട്ട് കുത്തിക്കെട്ടും. അപ്പോൾ നമ്മൾ ഒരു പേജ്, ഒരു ലാൻഡ്സ്കേപ്പ് മോഡലുള്ളൊരു പേജാണ് വിചാരിക്കുക. നമ്മൾ പ്രിൻറ്റ് ചെയ്തു, ഇവിടെ കുറേ കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്തു. ബൈൻഡ് ചെയ്യാനായിട്ട് കുറച്ച് മാർജിൻ നമ്മളിവിടെ എന്ത് ചെയ്യും, സ്പേസ് ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിട്ടിരിക്കും. ഈ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. ഈ ഗട്ടർ മാർജിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ബൈൻഡ് ചെയ്യാനായിട്ടുള്ള സ്പൈറലോ പിന്നോ ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. സോ എന്താണ് ഗട്ടർ മാർജിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിൻറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ടൈപ്പ് ഓഫ് ചാർട്ട് ദാറ്റ് ഡിസ്പ്ലേസ് ദ ഡേറ്റ ദാറ്റ് ചേഞ്ചസ് ഓവർ പീരീഡ് ഓഫ് ടൈം. സമയം മാറുന്നതനുസരിച്ച് ഡാറ്റയിലും വ്യത്യാസം ഉണ്ടാവും. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പറയുക. ഓപ്ഷൻ എ കോളം ചാർട്ട്, ഓപ്ഷൻ ബി ബാർ ചാർട്ട്, ഓപ്ഷൻ സി ഏരിയ ചാർട്ട്, ഓപ്ഷൻ ഡി ഡെഫിനറ്റ് ചാർട്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കോളം ചാർട്ടാണ്. കോളം ചാർട്ട്. എന്താണ് ഈ ചാർട്ട് എന്ന് പറയുന്നത്? പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഈസ് കാൾഡ് ചാർട്ട്. നമ്മൾ ഡാറ്റകളെ പടമായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിനെ ചാർട്ട് എന്ന് പറയാം കേട്ടോ. കോളം ചാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് കേട്ടോ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇതാണ് കോളം ചാർട്ട്. ഇവിടെ എന്തെങ്കിലും വാല്യൂസ് നമുക്ക് കൊടുക്കാം. സി ഇവിടെ വാല്യൂസ് 10, 20, 30. ഇതാണ് കോളം ചാർട്ടിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഇനി ബാർ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോളം ചാർട്ടിനകത്തുള്ള ഈ കാണുന്ന ഡാറ്റ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഹൊറിസോണ്ടലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ നമുക്ക് ബാർ ചാർട്ട് എന്ന് പറയാം. ഏരിയ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ പറയുകയാണ് 2020, 2022, 2023. ഇവിടെ ഞാൻ ശതമാന കണക്ക് കൊടുക്കുന്നു. അപ്പോൾ 2020 കാർഡിൻ്റെ അളവെന്ന് പറയുമ്പോഴത്തേക്ക് 10% 2022 ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി കുറഞ്ഞു, 23 ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി കൂടി. അപ്പോൾ ഇത്തരത്തിൽ ഏരിയ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ടാണെന്ന് പറയുന്നത് ഏരിയ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഡെഫിനറ്റ് ചാർട്ട്. ഡെഫിനറ്റ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർക്കിൾ, ആ സർക്കിളിനെ നമ്മൾ സ്ലൈസ് ആയിട്ട് തരംതിരിക്കും. നമ്മൾ കേക്കൊക്കെ മേടിച്ച് മുറിക്കുമല്ലോ, ഈ ഓരോ സ്ലൈസും ഓരോ ഡാറ്റയുടെയും ശതമാനത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ഓരോ സ്ലൈസും നോക്കുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഡാറ്റയ്ക്കും അകത്തുള്ള കണ്ടൻറ്റിൻ്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ എ എന്ന് പറയുമ്പോഴത്തേക്ക് എക്കകത്തൊരു നിശ്ചിത ശതമാനം, ഇതിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉള്ളത് എവിടെയാണ്, ഡിക്കകത്താണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഫിസിക്കലി മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് ഡെഫിനറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഡെഫിനറ്റ് ചാർട്ടിനെ പറയുന്ന മറ്റൊരു പേരാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറയുന്നതും ഡെഫിനറ്റ് ചാർട്ട് എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ് കേട്ടോ, രണ്ടും സെയിം ആണ്. സോ ഇതാണ് ചാർട്ടിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ടൈപ്പ് ഓഫ് ചാർട്ട് ദാറ്റ് ഡിസ്പ്ലേസ് ദ ഡേറ്റ ദാറ്റ് ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്രയാ, കോളം ചാർട്ടാണ്. കോളം ചാർട്ട്, ഓപ്ഷൻ എ കോളം ചാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വി ക്യാൻ ഇൻസേർട്ട് സ്മാർട്ട് ആർട്ട് ഫ്രം വിച്ച് ഗ്രൂപ്പ്? സ്മാർട്ട് ആർട്ട് അതായത് നമ്മുടെ ഈ പവർ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പവർ പോയിന്റിൽ സ്മാർട്ട് ആർട്ടിനെ നമുക്ക് ഏത് ഗ്രൂപ്പിൽ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ എ ഇമേജസ്, ഓപ്ഷൻ ബി ഇലസ്ട്രേഷൻസ്, ഓപ്ഷൻ സി ലിങ്ക്സ്, ഓപ്ഷൻ ഡി സിമ്പിൾസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇലസ്ട്രേഷൻ ആണ് കേട്ടോ. ഇലസ്ട്രേഷൻ അകത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മാർട്ട് ആർട്ട് ആഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്? സ്മാർട്ട് ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്ലോ ചാർട്ട് ഡയഗ്രാംസ്, നമുക്ക് കുറേ ഫ്ലോ ചാർട്ട് ഡയഗ്രാംസ് ഉണ്ടല്ലോ, ഈ ഫ്ലോ ചാർട്ട് ഡയഗ്രാംസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് പറയുന്നത് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു ഡാറ്റയുടെ ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു ഒഴുക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഫ്ലോ ചാർട്ട് ഡയഗ്രാംസ് യൂസ് ചെയ്യും. അതിനകത്ത് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ സ്മാർട്ട് ആർട്ടിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഈസ് സീൻ ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് ഹോം മെനു? കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ നമുക്ക് ഹോം മെനുവിനകത്തുള്ള ഏത് ഗ്രൂപ്പിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റൈൽസ്, ഓപ്ഷൻ ബി ക്ലിപ്പ് ബോർഡ്, ഓപ്ഷൻ സി എഡിറ്റിംഗ്, ഓപ്ഷൻ ഡി നമ്പർ. ഇവയെല്ലാം ഹോം മെനുവിനകത്തുള്ള ഗ്രൂപ്പുകളാണ്. നമ്മുടെ ചോദ്യം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും? കണ്ടീഷണൽ ഫോർമാറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. എവിടെയാണ്? സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്? അതായത്
ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ എക്സൽ ഷീറ്റിലെ സെല്ലുകളെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഒരു കണ്ടീഷൻ്റെ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ എക്സൽ ഷീറ്റിലെ സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമാറ്റ് ചെയ്യാം. ഇതിനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. LD ടൈപ്പിസ്റ്റ് പരീക്ഷ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കുകയാണ്. ഓഗസ്റ്റിലാണ് പരീക്ഷ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ക്ലാസ് ചെറിയ സമയം കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പറിൽ ബന്ധപ്പെട്ട് ചോദിച്ചറിയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാക്സിമം ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.